കഴിഞ്ഞ 6 മാസമായി കിഡ്നി രോഗം കാരണം കഷ്ടപ്പെടുന്ന ഒരു കുട്ടിയെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇന്ന് ആ കുട്ടി ഒരു കിഡ്നി ഡോണറിന്റെ സഹായത്തോടെ രക്ഷപ്പെട്ടു വന്നിരിക്കുകയാണ്. ഈ കുട്ടിക്ക് ഒരു പുതിയ ജീവിതമാണ് ലഭിച്ചിരിക്കുന്നത്. ആ സന്തോഷത്തെക്കുറിച്ച് നിങ്ങൾ പറയൂ ജയമ്മ. എന്റെ കുഞ്ഞിന്ന് ജീവനോട് ഇരിക്കാൻ കാരണം രുദ്രൻ സാറാണ്. പിന്നെ കിഡ്നി ഡൊണേറ്റ് ചെയ്ത ഭാവന എന്ന പെൺകുട്ടി. ഇവര് രണ്ടുപേരോട് ഞാൻ എന്നും കടമപ്പെട്ടിരിക്കും. നിങ്ങൾ എന്ത് സഹായം സർ ചെയ്തത്? അയ്യോ, ഞാൻ ഇതിനകത്തൊരു സഹായം ചെയ്തിട്ടില്ല. ഒരു ദിവസം 2 ഹോസ്പിറ്റലിൽ പോകുന്ന പോലെ ഒരു ആക്സിഡന്റ് കേസ് വന്നു. ആ ആക്സിഡന്റിൽ മരിച്ചൊരു കുട്ടിയുടെ കോണ്ടാക്ട് ദേ ഈ കിഡ്നിയുടെ പ്രശ്നമുള്ള ഈ കുട്ടിയുടെ പേരൻസിന് നൽകി. അതാണ് ഞാൻ ചെയ്തത്, അല്ലാതെ വലിയ കാര്യങ്ങൾ ചെയ്തില്ല. നൈസ് ഗൈ. ശരി ചിണ്ടു, ഞാൻ പോവാണ്. ശരി ചേച്ചി, ഞാൻ പോവാ. ഞാൻ പറഞ്ഞത് അവന്ന് മൈൻഡ് ഒന്നും ചെയ്യുന്നില്ലല്ലോ. നീ ഇങ്ങോട്ട് വാടാ. എന്താണ് ലേറ്റ്? ശരി, എല്ലാം റെഡിയാവും. ഒന്ന് വരുമോ? ഒരു മിനിറ്റ്, നിങ്ങൾ പ്രാക്ടീസ് ചെയ്യടാ. ഹായ് പ്രിയ. എന്താ ഓവർ ബിൽഡപ്പ് ആണല്ലോ? ഞാനോ? അങ്ങനൊന്നുമില്ലല്ലോ. ശരി, വാ അവിടെ പോയിരുന്ന് സംസാരിക്കാം. എന്തൊക്കെയാ വിശേഷം? നത്തിങ്. നിനക്കെന്താ വിശേഷം? ഹാപ്പി ബർത്ത്ഡേ പ്രിയ. ചിണ്ടു ആണോ പറഞ്ഞേ? പ്രിയ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ അത്? നിന്നെ ആദ്യം കണ്ടപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചതാ, കല്യാണം കഴിക്കുവാണ് അത് നിന്നെ തന്നെ ആയിരിക്കുന്നു. ഐ ലവ് യു പ്രിയ. ഐ ലവ് യു ടു. ഹലോ, അപ്പുറത്ത് ആരാണ് സംസാരിക്കുന്നത് മോനെ? ആദ്യം നിങ്ങൾ എന്റെ പഴയ കണക്ക് തീർക്ക് മോനെ. പൊന്നു ചെക്ക, അമ്മേ പറയമ്മേ. ദയവ് ചെയ്ത് ആ ഫോണൊന്ന് താഴെ വെക്കോ. നമ്മളിവിടെ പെണ്ണ് കാണാനാ വന്നേ. അങ്ങനെ ആവട്ടെ അമ്മ മോനെ. എല്ലാം എന്റെ തലയിലെഴുത്ത്, അല്ലാതെ എന്ത് പറയാനാ? എന്താ ചേട്ടാ, സുഖല്ലേ? അതെ, ഞാൻ സുഖമായിട്ടിരിക്കുന്നു. എടുത്തിക്കും സുഖല്ലേ? സുഖാണ്. വരൂ, ഇരിക്കൂ. നീ ഇരിക്കേ. സാരയില്ല ആന്റി. എന്താടി എന്നോട് എന്തോ ഇമ്പോർട്ടന്റ് വിഷയം പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട്? എന്റെ മോനെ കൊണ്ട് ചേട്ടന്റെ മോളെ കെട്ടിക്കാന്നല്ലേ നമ്മൾ മുന്നേ പറഞ്ഞു വെച്ചിരുന്നു. അത് പണ്ടും കണ്ട് പറഞ്ഞതല്ലേ. അവളാണെ കല്യാണത്തിന് പോലും സമ്മതിക്കുന്നില്ല. ഇവനാണെന്നങ്ങനെ പറഞ്ഞ ഒട്ടും സമ്മതിക്കത്തില്ല. എന്തുകൊണ്ട് സമ്മതിക്കില്ല മാമ? എന്റെ മുറപ്പെണ്ണിനെ എങ്ങനെ സമ്മതിപ്പിക്കണമെന്ന് എനിക്കറിയാം. അതത്ര ഈസി അല്ലടാ. എന്നെ കുറിച്ച് അറിയില്ല മാമന്. ബോട്ടി കഴിക്കാത്തവനെ പോലും കഴിപ്പിക്കുന്നവനാ ഞാൻ. അങ്ങോട്ട് ചെല്ല്. ഉള്ളിലുണ്ടല്ലോ അല്ലേ? ഇപ്പൊ പോയിട്ട് ഇപ്പൊ വരാം. ബ്യൂട്ടി ബോട്ടി, ഐ ആം കമ്മിങ്. നിങ്ങൾ ശ്രീധരത്തിനെ പറ്റി സംസാരിക്കുക. ഹലോ. ഓ, നീയാണോ? എന്താടാ? എന്താടാന്നോ? ഇറ്റ്സ് ഓക്കെ. മാമൻ നമ്മുടെ കല്യാണത്തെ കുറിച്ച് സംസാരിച്ചു. നീ ഓക്കെ ആണെങ്കിൽ നമുക്ക് കല്യാണം കഴിക്കാം. കല്യാണോ? ഡേയ്, ഞാൻ നിന്നെ കല്യാണം കഴിക്കുന്ന എപ്പോഴാടാ നിന്നോട് പറഞ്ഞേ? നിന്നെ കണ്ട സെമിത്തേരിന്ന് എഴുന്നേറ്റ് വന്നവനെ പോലെ ഉണ്ടല്ലോ. നിനക്കും എനിക്ക് സെറ്റ് ആവുന്ന ആരാടാ പറഞ്ഞത്? വേണ്ട, നീ അധികം സംസാരിക്കണ്ട. എന്ത് വന്നാലും നീ എന്നെയാ കല്യാണം കഴിക്കണ്ടേ. അല്ല, നിനക്ക് എന്നെക്കാളും സുന്ദരനെ കിട്ടുവോ പറ. അതുകൊണ്ട് മിണ്ടാതെ സമ്മതിച്ചോ. പോയി ആ കഥ കടിച്ചിട്ട് വാ. അല്ലടി ജിഞ്ചിനാക്കിളി, അങ്ങനെ വാ വഴിക്ക്. ബൈ. അമ്മേ, എന്താടാ മോനെ നിനക്ക് പറ്റിയേ? അവള് വായി കൊണ്ട് സംസാരിക്കുന്ന ആളെ അല്ല അമ്മേ. ഓൺലി RRR. അമ്മേ, നമുക്ക് വീട്ടിൽ പോയിട്ട് നല്ല സൂപ്പ് ഉണ്ടാക്കി കുടിക്കാം. അയ്യോ, ഇതെന്ത് ഫാമിലിയാണ് എന്റെ അമ്മോ. വാപ്പു, എന്താ എല്ലാ ഡീറ്റെയിൽസും കിട്ടിയില്ലേ? കിട്ടി ചേട്ടാ. അതിലെന്താ ഉള്ളത്? കഴിഞ്ഞ 5 വർഷമായിട്ട് ചെയ്ത മർഡർ 25ഓ 26ഓ ഉണ്ടെന്നാ. 25ഓ 26ഓ? 26ആണ്. നമ്മൾ ചെയ്ത മർഡറിൽ ഒരു ഫാമിലിയിലും ആണുങ്ങളില്ല. ആ സമന്ത എന്ന വ്യക്തിയെ നമ്മൾ റേപ്പ് ചെയ്തില്ലേ? അവളുടെ ലവർ എങ്ങനെയാണ് അവൻ? ഇല്ലണ്ണ, ഞാനൊക്കെ ചെക്ക് ചെയ്ത് നോക്കിയതാ. പിന്നെ ഏതൊരവൻ? നമ്മൾ എന്തിനാ ടാർഗറ്റ് ചെയ്യണേ?
അവനെ കിട്ടിയോടാ? ഏട്ടാ ഈ സിറ്റി മുഴുവൻ അരിച്ചു പെറുക്കി, അവനെ എങ്ങും കണ്ടില്ല. ഇത് പറയാനോ നീ? അവന്റെ ടാർഗറ്റിന് വേണ്ടി ഇവിടെ തന്നെ ഉണ്ടായിരുന്നത്. നമുക്കാ തെറ്റുപറ്റിയത്. അവനിവിടെ നിന്ന് രക്ഷപ്പെടാൻ പാടില്ലായിരുന്നു. അവൻ എന്നെങ്കിലും എന്റെ കയ്യിൽ കിട്ടും. അന്നവന് ഇഞ്ചിഞ്ചായി വെട്ടി നോക്കിയ കടലിലെറിയും ഞാൻ. ഓയ്, എനിക്ക് എന്താ തോന്നിയെന്നറിയോ? എന്താ തോന്നുന്നേ? ഇങ്ങനെയല്ല നിന്റെ കൂടെ ഇരിക്കുമ്പോ തോന്നുന്ന സന്തോഷത്തിന് ഒരളവേ ഇല്ല. കടലിൻ തിരമാല എത്ര പ്രിയപ്പെട്ടതാണോ അതുപോലെ പ്രിയപ്പെട്ടതാണ് നീ എനിക്കും. നിനക്കെന്താ തോന്നുന്നത്? എനിക്കോ? നീ എൻ്റെ കൂടെ എപ്പോഴും ഇങ്ങനെ എൻ്റെ അടുത്തിരിക്കുന്നത് എൻ്റെ ഭാഗ്യമാണ്. ഒരു പെണ്ണും ചെറുക്കനും ഇങ്ങനെ അടുത്തിരിക്കുമ്പോൾ കിട്ടുന്നൊരു സന്തോഷം വേറെ എവിടെയും കിട്ടില്ല. ബായ്, ഇവനല്ലേ ബായ്? ആ രുദ്ര എന്ന് പറയുന്നവനെ എങ്ങനെയെങ്കിലും പിടിച്ചേ പറ്റൂ. വണ്ടി നിർത്ത. നീ നിക്കടാ. ഹെൽമെറ്റ് എടുത്ത്. മാസ്ക് എടുക്കടാ. കൊറോണ സിംറ്റംസ് ഉണ്ട് ചേട്ടാ, ഹോസ്പിറ്റലിൽ പോവാ. കൊറോണയായിട്ട് എന്തിനാണ് വെളിയിലിറങ്ങിയത്? ഓടാപ്പോ. ആ ബാബുരാവ്, ചെറുക്കനെ കാണാൻ ആ പെണ്ണ് വരുമല്ലോ, വേണ്ടേ? അവരോട് കഴിച്ചിട്ട് വരാൻ പറയാൻ പറ്റുമോ? കള്ളത്തരം കാണിക്കാതെ അവളെ ഒഴിവാക്കല്ലേ. അതൊന്നും നടക്കില്ല, ഫോണ് വെക്ക്. സെയിം ഫെലോ, നമ്പർ 1 ബുൾഷിറ്റ് ഗേ. ഒരു വാട്ടർ ബോട്ടിൽ എടുത്തിട്ട് വാ, 1/2 ലിറ്റർ മതി. ഹലോ. ഹലോ, നിങ്ങളല്ലേ സീനു? അപ്പൊ കുമാരി നീയാണോ? ആ അതെ. ഇരിക്ക്. ആ ബാബുരാവ് നിന്നെ കാണാൻ 21 വയസ്സേ തോന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട് കാണുമ്പോ ഒരു 31 തോന്നിക്കുന്നുണ്ടല്ലോ. നിന്നെ കാണാൻ 40 കഴിഞ്ഞ പോലും ഉണ്ടല്ലോ. ഒരു തമാശ പറഞ്ഞു. ആദ്യം 2 കാപ്പി പറ. അയാള് പറയില്ല. ആദ്യം നീ ഞാനൊക്കെയാണെന്ന് പറ. അതിനെ കുറിച്ചൊക്കെ പിന്നെ സംസാരിക്കാം. ആദ്യം കാപ്പി പറയാ. അവൻ പറയില്ലെന്ന്. നീ പോയേ. എല്ലാം നശിപ്പിക്കാനായിട്ട് ഓരോന്ന് കയറി വന്നോളൂ. ഇവനൊക്കെ ആരെങ്ങോട്ട് വിട്ടത്? ആദ്യം നീ ഞാൻ ഓക്കെ ആണോ അല്ലയോ? ഓക്കെ എന്ന് പറഞ്ഞില്ലെങ്കിൽ കോഫി പറയില്ലെന്നാണോ? കോഫി പറയാണ്ട് നീ ഓക്കെ പറയില്ല? എനിക്ക് മനസ്സിലായി, നീ ആളൊരു അറു പിശുക്കനാ. നിന്നെ പോലൊരുത്തൻ എനിക്ക് സെറ്റാവില്ല. ഞാൻ പോവാ. എക്സ്ക്യൂസ് മീ, നീ കല്യാണത്തിന് ഓക്കെ പറയാൻ വേണ്ടിട്ട് 20 രൂപയുടെ പെട്രോൾ അടിച്ചിട്ട് ഇവിടെ വന്ന് 10 രൂപയുടെ വാട്ടർ ബോട്ടിൽ വാങ്ങിയിരിക്കുക. മൊത്തം 30 രൂപ. പണ്ടുള്ളവർ പറഞ്ഞിട്ടില്ലേ പൈസ വെറുതെ കിട്ടില്ലെന്ന്? പൈസ തന്നിട്ട് പോ. ജീവിതത്തിൽ നിനക്ക് കല്യാണം നടക്കില്ല. ഓടി. ഹലോ, ആ കില്ലർ ഹൈവേയിലുള്ള ചായക്കടയിൽ ഉണ്ട് ചേട്ടാ. ഞാൻ വരുന്നവരവൻ മിസ്സാവാൻ നോക്കണം. ഇത്തവണ അവൻ അവിടുന്ന് മിസ്സായി കഴിഞ്ഞ് നിന്റെ ജീവനായിരിക്കും ഇല്ലാതായിരിക്കാം. ശരി ചേട്ടാ, പക്ഷെ ഞാൻ നിങ്ങൾ വരുന്നതിന് മുമ്പ് ഒരു ചായ കുടിച്ചോട്ടെ. ഒരു 7 രൂപയുണ്ടെങ്കിൽ ഗൂഗിൾ പേ ചെയ്യ് ചേട്ടാ. ശരി, ഫോൺ പേ ചെയ്യ് ചേട്ടാ. നിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. നിന്റെ കഥ തീർന്നു. എന്റെ അടുത്തുനിന്ന് രക്ഷപ്പെടാൻ പറ്റില്ലടാ. ഞങ്ങളെ പറ്റിച്ച് എത്ര നാൾ നീ ഇങ്ങനെ ഒളിച്ചിരിക്കും? കുറച്ചുപേര് അങ്ങോട്ട് പോ. വടി
എവിടാ അവൻ? അവിടെ ഉണ്ടാ, അവനെ തീർക്കാം. എവിടെയാണ് നിങ്ങളൊക്കെ? എത്ര നേരമായി നിങ്ങൾക്ക് കാത്തിരിക്കണേ? ഏട്ടാ, അവൻ ഞങ്ങൾ അടിച്ചിട്ട് പോയേട്ടാ. അടിച്ചെന്നോ? ഓടിയും കൊണ്ട് നിന്നോ? അവനിവിടെ എതിർത്ത് നിൽക്കാനുള്ള ധൈര്യം ഉണ്ടായിട്ടും പിന്നീന്ന് വന്ന് കൊന്നുകൊണ്ടിരിക്കുക. ഇവനൊക്കെ എവിടെയാ പറഞ്ഞേ?